അതെ, നമുക്കിന്ന് വീട്ടിൽ തന്നെ ഒരു വാഫിൾ ഉണ്ടാക്കി കഴിച്ചാലോ? അതിനുവേണ്ടി ഒരു വാഫിൾ മോൾഡ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ബാറ്റർ തയ്യാറാക്കാം. ഒരു 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ, അതിലേക്ക് 4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് 2 കപ്പ് പാല്, ഒരു മുട്ട, 1/4 കപ്പ് ബട്ടർ, 2 ടീസ്പൂൺ വെനില എസൻസ് എന്നിവയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനിയും മിക്സ് ഒത്തിരി തിക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ പാലൊഴിച്ച് കൊടുക്കാം. ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഒത്തിരി ലൂസ് ആവാനും പാടില്ല, ഒത്തിരി തിക്കാവാനും പാടില്ല. ഇനി നമ്മളുടെ വാഫിൾ അയൺ ഞാനിവിടെ ചൂടാക്കിയിട്ടുണ്ട്. ആദ്യം ഇത് ഒത്തിരി പഴയതാണ് കേട്ടോ. നമ്മളിവിടെ ഒരു 6 മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ വാഫിൾ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പുതിയതൊന്നും വാങ്ങിച്ചിട്ടില്ല. നോൺ സ്റ്റിക്കാണ്. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ഓൺ ചെയ്യുമ്പോൾ റെഡ് കളറിലെ ലൈറ്റ് ഉണ്ടാവും. അത് റെഡിയായി ചൂടായി വരുമ്പം ആ ലൈറ്റ് ഗ്രീൻ ആവും. അപ്പം ഇതിലേക്ക് ഞാൻ ഇച്ചിരി എണ്ണ സ്പ്രേ ചെയ്തിട്ടുണ്ട്. അടിയിൽ പിടിക്കുകയല്ല, എന്നാൽ പോലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി. ഇനിയും അതിൻ്റെ നടുക്കിലേക്ക് ഒരു തവി ഒഴിക്കുക. ഒത്തിരി ഒഴിക്കല്ല, അത് ഓവർഫ്ലോ ആയിപ്പോവും. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് എന്തെങ്കിലും വെക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് ചിപ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ബ്ലൂബെറി അല്ലെങ്കിൽ ആപ്പിളൊക്കെ വേണേൽ ഇടാം. ഒത്തിരി ഓവർ ക്രൗഡ് ചെയ്യൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടയ്ക്കുമ്പം അതിൻ്റെ സൈഡിൽ കൂടെ ഇത് ചാടി വരും കേട്ടോ. അപ്പം ദാണ്ട് നമ്മളുടെ വാഫിൾ റെഡി ആയിട്ടുണ്ട്, നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ. ഇത് റെഡി ആയി കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി ആ ലൈറ്റ് റെഡിൽ നിന്ന് ഗ്രീൻ ആവും. അപ്പം നമുക്ക് ഇത് റെഡിയായി എന്നറിയാം. അപ്പം നമ്മളുടെ ടേസ്റ്റി വാഫിൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്.